ജമ്മു കശ്മീരിൽ ഭീകരരെ തുരത്താനുള്ള ഇന്ത്യൻ സേനയുടെ വൻ ഓപ്പറേഷൻ. കഴിഞ്ഞ 1 മണിക്കൂറോളമായി ഭീകരരുമായി അതിശക്തമായ ഏറ്റുമുട്ടലാണ് ജമ്മു കശ്മീരിന്റെ വിവിധ മേഖലകളിൽ സൈന്യം നടത്തുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത ഹാഷിം മൂസ അടക്കമുള്ള കൊടും ഭീകരന്മാരെ ഇന്ത്യൻ സേന വളഞ്ഞിരിക്കുന്നു എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിലായി ജമ്മു കശ്മീരിൽ നിന്ന് പുറത്തു വരുന്നത്. അനന്തനാഗ് ജില്ലയുടെ ഭാഗമായിട്ടുള്ള കാട്ടിനുള്ളിലാണ് ഈ ഭീകരന്മാർ ഇപ്പോഴുള്ളത് എന്ന വിവരം ലഭിക്കുന്നു. ഇവിടെ കഴിഞ്ഞ 1 മണിക്കൂറോളമായി അതിശക്തമായ ഏറ്റുമുട്ടലാണ് നടക്കുന്നത്. ഇന്ത്യയുടെ സൈന്യം അവരുടെ പ്രധാനപ്പെട്ട കമാൻഡോ സംഘമാണ് ഓപ്പറേഷൻ നയിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട 4 അതിലധികമോ ഭീകരന്മാർ ഈ മേഖലയിൽ ഉണ്ട് എന്ന് സൈന്യം വ്യക്തമാക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇത് സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ വിവരങ്ങൾ പുറത്തു വരുന്നു. ഇന്ത്യ തിരിച്ചടിക്കുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത മുഴുവൻ ഭീകരന്മാരെയും ഇന്ത്യൻ സേന വളഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഭീകരാക്രമണത്തിന് പിന്നാലെ തന്നെ ഈ ഭീകരന്മാരുടെ ഒളിയിടം സംബന്ധിച്ച് ചില നിർണായക വിവരങ്ങൾ സൈന്യത്തിന് ലഭിച്ചിരുന്നു. ചില പ്രാദേശിക വ്യക്തികളുടെ സഹായത്തോടു കൂടിയാണ് ഈ ഭീകരന്മാർ നടത്തിയത്. തുടർന്ന് ആക്രമണത്തിന് ശേഷം രക്ഷപ്പെടാനും ചില പ്രാദേശിക സഹായങ്ങൾ ഭീകരർക്ക് ലഭിച്ചിരുന്നു എന്ന് സൈന്യം കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെ ജമ്മുവിലേക്ക് കടക്കാൻ ഭീകരർ ശ്രമിച്ചിരുന്നുവെങ്കിലും ഇന്ത്യൻ സേന അത് വിഫലമാക്കി. അതിനൊടുവിലാണ് ഇപ്പോൾ അനന്തനാഗ് ജില്ലയുടെ ഭാഗമായിട്ടുള്ള കാട്ടിനുള്ളിലേക്ക് ഈ ഭീകരന്മാർ കടന്നത്. അതുവഴി പാകിസ്ഥാനിലേക്ക് രക്ഷപ്പെടാനുള്ള ശ്രമമായിരുന്നു ഭീകരരുടേതെന്ന് കരുതപ്പെടുന്നു. എന്നാൽ സൈന്യം വളരെ കരുതലോടുകൂടി തന്നെ ഭീകരന്മാരുടെ പുറകിൽ കൂടി ഒടുവിൽ കാട്ടിനുള്ളിൽ ഭീകരന്മാരെ ഇന്ത്യൻ സേന വളഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. രൂക്ഷമായ ഏറ്റുമുട്ടൽ പ്രദേശത്ത് നടക്കുന്നു എന്ന് പ്രാദേശിക മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എങ്ങും വെടിവെച്ചകൾ മാത്രം കേൾക്കാം. അത്രത്തോളം രൂക്ഷമായ ആക്രമണം. ഇന്ത്യയുടെ 29 പൗരന്മാരെ കൊലപ്പെടുത്തിയ പാകിസ്ഥാനിലെ ഭീകരർക്ക് ഇന്ത്യ വലവിരിച്ചിരിക്കുന്നു. പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന ഹാഷിം മൂസയാണ് ഈ ഭീകരാക്രമണത്തിന് നേതൃത്വം കൊടുത്തത്. നിരവധി വർഷം പാകിസ്ഥാൻ സേനയുടെ ഭാഗമായ പാരാ കമാൻഡോ ടീം അംഗമായിരുന്നു ഹാഷിം മൂസ. നിരവധി ആയുധ കടത്തുകളുടെ ഇടനിലക്കാരൻ കൂടിയായിരുന്നു. ഒടുവിൽ സൈന്യം വിട്ട ശേഷം ലഷ്കർ ഇ തോയ്ബയിൽ ചേർന്നു. ലഷ്കർ ഇ തോയ്ബയുടെ പ്രധാനപ്പെട്ട കമാൻഡറായി മാറി. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യക്കുള്ളിൽ പ്രത്യേകിച്ച് ജമ്മു കശ്മീരിന്റെ വിവിധ മേഖലകളിൽ നടക്കുന്ന സ്ഫോടനങ്ങൾക്ക് പിന്നിൽ ഹാഷിം മൂസയായിരുന്നു. ഇന്ത്യയിലെ ലഷ്കർ ഇ തോയ്ബയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരുന്നതും ഏകോപിപ്പിച്ചിരുന്നതും ഹാഷിം മൂസയാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതിലൂടെ ഒരു കാര്യം വ്യക്തമാണ്. പാകിസ്ഥാൻ സൈന്യത്തിന് കൂടി പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കുണ്ട്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ അറിവോടുകൂടിയാണ് പഹൽഗാം ഭീകരാക്രമണം നടന്നത്. പാകിസ്ഥാൻ സൈന്യം പരിശീലനം നൽകി റിക്രൂട്ട് ചെയ്ത് ഇന്ത്യയിലേക്ക് അയച്ച കൊടും ഭീകരന്മാരാണ് പഹൽഗാം ഭീകരാക്രമണം നടത്തിയത് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാവുകയാണ്. ISISന്റെ പ്രധാനപ്പെട്ട ഏജന്റ് കൂടിയായിരുന്നു ഹാഷിം മൂസ എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഹാഷിം മൂസയും പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത ഭീകരന്മാരെയും ഇന്ത്യൻ സേന വളഞ്ഞിരിക്കുന്നു. അതിശക്തമായ ഏറ്റുമുട്ടൽ ജമ്മു കശ്മീരിലെ അനന്തനാഗ് പ്രദേശത്ത് നടക്കുന്നു. ഭീകരന്മാരെ കാട്ടിനുള്ളിലിട്ട് തീർക്കുകയാണ് ഇന്ത്യൻ സേനയുടെ ലക്ഷ്യം. വമ്പൻ ഓപ്പറേഷനാണ് ജമ്മു കശ്മീരിൽ ഇന്ത്യൻ സേന നടത്തിക്കൊണ്ടിരിക്കുന്നത്.